അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ, ലിയാഖത്ത്, ആരിഫ് ഹുസൈൻ പ്രഭൃതികൾ പറയുന്ന മുസ്ലിങ്ങളെ കൊല്ലാൻ കൽപ്പിച്ചു എന്നതിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു തെളിവ് സൂറത്ത് ബറാഅയിലുള്ള ആദ്യത്തെ ഏതാണ്ട് 4-5 ആയത്തുകളാണ്. ഈ ബറാഅ സൂറത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീൻ. ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീൻ. മുശ്രിക്കുകളിൽ നിന്ന് നിങ്ങൾ കരാറിലേർപ്പെട്ട ആളുകൾക്കുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അവൻ്റെ ദൂതൻ്റെ ഭാഗത്ത് നിന്നുമുള്ള ബറാഅത്താണിത്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം കൈയൊഴിയുക എന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അവൻ്റെ ദൂതൻ്റെ ഭാഗത്ത് നിന്നുള്ള ഉത്തരവാദിത്വം കൈയൊഴിഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനമാണിത്. ആർക്കുള്ള പ്രഖ്യാപനം? ആരോടുള്ള പ്രഖ്യാപനം? നിങ്ങൾ കരാറിലേർപ്പെട്ട ബഹുദൈവ വിശ്വാസികൾക്കുള്ള പ്രഖ്യാപനം. അപ്പോൾ ഇവിടെ ഈ സൂറത്തിൻ്റെ തുടക്കം അത് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ആണോ അവതരിച്ചിട്ടുള്ളത്? അത് യുദ്ധവുമായി നേർക്കുനേരെ ബന്ധപ്പെട്ടുകൊണ്ടല്ല അത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത് ശരിയാണ്. ഇവിടെ ലിയാഖത്ത് പറയുന്നൊരു സംഗതിയുണ്ട്. ഈ 4-5 ആയത്തുകൾ ഓതിയിട്ട് ശത്രുവിനെ, മുശ്രിക്കിനെ, ബഹുദൈവ വിശ്വാസിയെ കൊല്ലണം എന്ന് പറയുമ്പോൾ ഇത് യുദ്ധവുമായി ബന്ധപ്പെട്ട് അവതരിച്ചതാണ് എന്ന് പറയുന്നത് കൊണ്ട് ആണ് മുസ്ലിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയണത്. അത് കരാറുമായി ബന്ധപ്പെട്ടതാണ് എന്ന് സമർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂലെന്ന്. യഥാർത്ഥത്തിൽ ലിയാഖത്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് ലിയാഖത്തും അതുപോലെ ആരിഫ് ഹുസൈന്, ജബ്ബാറൊക്കെ പരാമർശിക്കുന്നൊരു സംഗതിയാണ്. ഈ വിഡ്ഢിത്വത്തിൽ നിന്ന് അയാൾ വിഡ്ഢിത്വമാണിതെന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, ഈ അഹിദ് കരാർ എപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത്? അത് ചിന്തനീയമായ ചരിത്രപരമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇവിടെ സത്യവിശ്വാസികളോട് പറയുന്നത് ഇലല്ലദീന ആഹത്തും, നിങ്ങൾ കരാറിലേർപ്പെട്ടിട്ടുള്ള മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളിൽ നിന്നുള്ള ഉത്തരവാദിത്വം ഒഴിയലാണെന്ന് പറയുമ്പോൾ ഈ കരാർ എപ്പോഴാണ് സംഭവിച്ചത്? മക്ക ഇസ്ലാമിന് കീഴടങ്ങുന്നത് ഹിജറയുടെ 8ാമത്തെ വർഷമാണ്. ആ വർഷത്തിൽ അവിടെ കരാർ സംഭവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പോകുന്നത് 10ാമത്തെ വർഷം, ഹിജറയുടെ 10ാമത്തെ വർഷമാണ്. ഈ സൂറത്തിൻ്റെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ മക്കയിലെ ജനങ്ങളെ ഓതി കേൾപ്പിക്കുന്നത് 9ാമത്തെ വർഷം. അപ്പോൾ ഈ 8ാമത്തെ വർഷവും 9ാമത്തെ വർഷവും ഇവരുമായിട്ടൊരു കരാറും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് ഈ കരാർ സംഭവിച്ചിട്ടുള്ളത്? ആ കരാർ സംഭവിച്ചിട്ടുള്ളത് ഹിജ്റയുടെ 6ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ നിർവഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് പുറപ്പെടുകയും അങ്ങനെ ഹുദൈബിയ്യയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം അവിടെ മുട്ടുകുത്തുകയും ചെയ്യുന്നു. പിന്നെ എത്ര തന്നെ അതിനെ തെളിച്ച് എഴുന്നേൽപ്പിച്ച് മുമ്പോട്ട് നടക്കാൻ, മക്കയിലേക്ക് നടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും അത് അവിടുന്ന് എഴുന്നേൽക്കുന്നില്ല. അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ, അല്ലെങ്കിൽ നബിക്കും സഹാബിമാർ അനുയായികൾക്കും മുമ്പിൽ മുമ്പോട്ടുള്ള ഗതി തടയപ്പെടുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ മുശ്രിക്കുകൾ, മക്കയിലെ ശത്രുക്കൾ വന്ന് തടഞ്ഞതല്ല. ഒട്ടകം അവിടെ മുട്ടുകുത്തിയപ്പോൾ മുമ്പോട്ട് പോകില്ല എന്ന് കണ്ടപ്പോൾ സഹാബിമാരിൽ ചിലർ പറയുന്നുണ്ട്, ഒട്ടകം മുട്ടുകുത്തി, അപ്പോൾ അത് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നുള്ള ആൾക്ക് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത് ഒട്ടകം സ്വയം ചെയ്യുന്നൊരു സംഗതിയല്ല, അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു വരുത്തിയിട്ടുള്ളൊരു തടസ്സമാണ്. ആ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറയുന്നത്. തുടർന്ന് സംഭവിച്ചത് എന്താണ്? തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് ഞങ്ങൾ ഉംറയ്ക്ക് വേണ്ടി വന്നതാണെന്നും
അതുകൊണ്ട് ഉംറ ചെയ്യാൻ അവസരം ഒരുക്കി തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ദൂതന്മാരെ പറഞ്ഞേക്കുന്നു. നബി മൂന്നാം ഖലീഫ, പിന്നീട് മൂന്നാം ഖലീഫ ആയിട്ടുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത്. പക്ഷേ അത് ഖുറൈശികൾ അംഗീകരിക്കില്ല. താങ്കൾക്ക് വേണമെങ്കിൽ ഉംറ ചെയ്തു പോവാം, തവാഫ് ചെയ്തു പോവാം, മുഹമ്മദിനെ ഞങ്ങളിങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന് അനുവാദമല്ലേ, പിന്നെ ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിൽ നിന്ന് ഒഴിവാകുന്നത്. അതിനെ തുടർന്ന് നബിയുമായി സംസാരിക്കാൻ വേണ്ടി ഖുറൈശികൾ അവരുടെ ദൂതന്മാരെ അയക്കുന്നുണ്ട്. 3-4 ദൂതന്മാരെ അയച്ചിട്ട് അവസാനം സഹീൽ ബിൻ അംർ എന്ന് പറയുന്ന ആൾ വന്നപ്പോഴാണ് അവിടെ ഒരു കരാർ രൂപപ്പെടുന്നത്. ഈ കരാറിലെ വ്യവസ്ഥ 10 കൊല്ലത്തേക്ക് യുദ്ധം വേണ്ടതില്ല എന്നതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഈ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആളുകളും മദീനയിലേക്ക് തിരിച്ചു പോകണം. അടുത്ത കൊല്ലം അവർക്ക് വന്നിട്ട് ഉംറ ചെയ്യാം, 3 ദിവസം മക്കയിൽ താമസിക്കാം. അന്ന് അവർ വാളല്ലാതെ, യാത്രക്കാർ ഉപയോഗിക്കുന്ന വാളല്ലാത്ത മറ്റ് ആയുധങ്ങളൊന്നും അവരുടെ കയ്യിലുണ്ടാകാൻ പാടില്ല. അതുപോലെ മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് വരുന്ന ആളുകൾ അവരെ മക്കയിലെ ഖുറൈശികൾ ആവശ്യപ്പെട്ടാൽ തിരിച്ചയക്കണം. എന്നാൽ ഇസ്ലാം ഉപേക്ഷിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ആളുകളെ തിരിച്ചയക്കേണ്ടതില്ല എന്നുള്ള കുറേ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കരാർ രൂപപ്പെടുന്നത്. മാത്രമല്ല, അതിൽ മറ്റൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നത്, മറ്റ് അറബി ഗോത്രങ്ങളിൽ മുസ്ലിങ്ങളുടെ പക്ഷത്ത് ചേരേണ്ടവർക്ക് അങ്ങനെ ചേരാം, അതുപോലെ ഖുറൈശികളുടെ പക്ഷത്ത് ചേരേണ്ടവർക്ക് അങ്ങനെയും ചേരാമെന്നുള്ളൊരു വകുപ്പുണ്ടായിരുന്നു. അങ്ങനെ കരാറൊക്കെ എഴുതി ഒപ്പിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മദീനയിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നീട് തുടർന്ന് സംഭവിച്ചത് എന്താണ്? ഖുറൈശികളുടെ പക്ഷത്തുള്ള ഒരു ഗോത്രം മുസ്ലിങ്ങളുടെ പക്ഷത്തുള്ള ഒരു ഗോത്രത്തിൻ്റെ നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ അവർ ഈ കൊലപാതകം നടത്തിയിട്ടുള്ള ആ കുടുംബത്തെ, ആ ഗോത്രത്തിന് നേരെ ആയുധം പ്രയോഗിക്കുന്നു. അപ്പോൾ അവിടെ ഖുറൈശികൾ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ മക്കയിലെ നേതാക്കൾ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? അവരെ അതിൽ നിന്ന് തടയുകയായിരുന്നു. കാരണം കരാർ അനുസരിച്ച് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ യാതൊരു വകുപ്പുമില്ല. പക്ഷേ ഖുറൈശികൾ ചെയ്തത് ഈ കരാർ ലംഘനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഈ ഗോത്രത്തെ സഹായിക്കാനുള്ളതാണ്. അപ്പോൾ മറ്റേ ഗോത്രം എന്ത് ചെയ്തു? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നിട്ട് സങ്കടം പറയുകയും ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതോടുകൂടി സംഭവിച്ചത് കരാർ ദുർബലപ്പെട്ടു എന്നുള്ളതാണ്. അതിനെ തുടർന്ന് ഇത് സംഗതി പന്തിയായില്ല എന്ന് കണ്ടപ്പോഴാണ് അബൂ സുഫിയാൻ പിന്നീട് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നുണ്ട്. അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ, അലി റളിയല്ലാഹു അൻഹുവിനെ ഒക്കെ കാണുന്നുണ്ട് ഈ കരാർ ഒന്ന് പുതുക്കി കിട്ടാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കരാർ പുതുക്കാൻ കൂട്ടാക്കിയില്ല. ഈ കരാറ് ഇവിടെ പ്രത്യക്ഷത്തിൽ ഞങ്ങൾ കരാറിൽ നിന്ന് ഒഴിവായി എന്ന് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ കരാർ പുതുക്കിയിട്ടില്ല, പുതുക്കാൻ കൂട്ടാക്കിയില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ്? കരാർ ദുർബലപ്പെട്ടു എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഹിജറയുടെ 8ാമത്തെ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വരികയും മക്ക കീഴടക്കുകയും ചെയ്യുന്നത്. കാരണം കരാർ ലംഘിച്ച ശത്രുപക്ഷം ഇനി അവർക്ക് ന്യായീകരണമില്ല. അതുകൊണ്ട് ഒരു യുദ്ധമില്ലാതെ തന്നെയാണ്, രക്തച്ചൊരിച്ചിലില്ലാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നതും മക്ക കീഴടക്കുന്നതും. ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഒരു വിപ്ലവത്തിൻ്റെ നായകൻ, ആ നായകൻ രക്തം ചിന്താതെ ആ പ്രദേശം കീഴടക്കുകയും ഇസ്ലാമിൻ്റെ തലസ്ഥാനമായി അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ഇതോടുകൂടിയാണ്. പക്ഷേ എന്നിട്ടും അങ്കുലീപരിമിതരായിട്ടുള്ള ചില ആളുകളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ നിർദ്ദേശിച്ചു എന്നതല്ലാതെ ആ ആപാലവൃന്ദം ജനതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടയക്കുകയാണ് ചെയ്തത്. അവരോട് പറഞ്ഞു, ഇദ്ഹബു അൻതുമു തുലഖാ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങളൊക്കെ സ്വതന്ത്രരാണെന്ന് പറഞ്ഞിട്ട് വിട്ടയക്കുക ചെയ്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലെ ജനാധിപത്യമൊക്കെ വല്ലാതെ വിളിച്ചു പോകുന്ന നമ്മുടെ കാലഘട്ടത്തിൽ പോലും വിപ്ലവങ്ങൾ നടക്കുമ്പോൾ സംഭവിക്കണത് എന്താണ്? ഇതിന് വിരുദ്ധമായിട്ട് എതിരിൽ നിന്നിട്ടുള്ള ആളുകളെ, കുട്ടികളെ, കുടുംബത്തെ മൊത്തത്തിൽ അല്ലെങ്കിൽ ജനതയെ മൊത്തത്തിൽ തന്നെ കൊന്നൊടുക്കുന്ന രീതിയിലാണ് ആധുനിക സമൂഹം
അല്ലെങ്കിൽ ജനാധിപത്യ സമൂഹം, മതേതര സമൂഹം എന്നൊക്കെ പറയുന്ന സമൂഹങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രക്തച്ചൊരിച്ചിലില്ലാതെ പ്രദേശം പിടിച്ചടക്കിയെന്ന് മാത്രമല്ല, ആ ജനതയെ സ്വതന്ത്രരാക്കി വിടുന്നു. അവരിലെ ഏതാനും ആളുകളെ മാത്രമാണ് അവരത്രയ്ക്ക് ഇസ്ലാമിൻ്റെ കടുത്ത വിരോധികളായിരുന്നു എന്നതുകൊണ്ട് അവരെ കൊല്ലാൻ കൽപ്പിക്കുന്നത്. എന്നിട്ട് അവരിൽ നിന്ന് തന്നെ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വേഷപ്രച്ഛന്നരായും അല്ലാതെയൊക്കെ വന്ന് മാപ്പ് പറഞ്ഞപ്പോൾ അവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കരാറ് പ്രത്യക്ഷത്തിൽ അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലെങ്കിലും കരാർ ലംഘിക്കപ്പെട്ടു, അത് കരാർ ഇതോടുകൂടി തീർന്നു എന്ന് പറയുന്നില്ല എന്നുള്ളത് അന്ന് പറഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ച എന്നുള്ളവർക്കാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. ആ പറഞ്ഞ കരാറുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ ആരുമായി, ഏതൊരു മുശ്രിക്കുകളുമായി ബഹുദൈവ വിശ്വാസികളുമായിട്ടാണോ കരാറിൽ ഏർപ്പെട്ടത്, ആ ആളുകളുമായുള്ള കരാറിൽ നിന്ന് അള്ളാഹുവും റസൂലും ഒഴിവായിരിക്കുന്നു, ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ആ കരാറുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവേണ്ടതില്ല എന്ന് ഇതിലൂടെ മുസ്ലിങ്ങളെ അറിയിക്കുന്നു. ഒപ്പം മറുപക്ഷത്തുള്ള കരാറിൻ്റെ ഏതോ നിലക്ക് ആനുകൂല്യം ഉണ്ട് എന്ന് വിചാരിക്കുന്ന മുശ്രിക്കുകളെയും ഈ സംഗതി അറിയിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ സൂറത്തിലെ ഈ 9-ാമത്തെ സൂറത്തിലെ 1-ാമത്തെ ഈ സൂക്തം അവതരിക്കുന്നത്. ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹത്തും മിനൽ മുശ്രിക്കീൻ എന്നുള്ള ഈ ഭാഗം, അത് തുടർന്നുള്ള ഏതാനും ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. തുടർന്ന് പിന്നീട് എന്ത് പറയുന്നു എന്ന് നമ്മൾക്ക് നോക്കാം.